നമസ്കാരം. കാലിഫോർണിയയിലെ ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ഗ്ലാസ് ബീച്ച്. ഈ കടൽ തീരം കാണാൻ അനേകം സഞ്ചാരികളാണ് ദിനം പ്രതി ഇവിടെ എത്തുന്നത്. കടൽ തീരം നിറഞ്ഞു കിടക്കുന്ന സ്ഫടിക കല്ലുകളാണ് ഈ ബീച്ചിലെ പ്രധാന ആകർഷണം. എന്നാൽ പൂർണ്ണമായും പ്രകൃതി നിർമ്മിതമല്ല ഈ ഗ്ലാസ് ബീച്ച്. അതിനു പിന്നിൽ മനുഷ്യൻ വലിച്ചെറിഞ്ഞ വലിയൊരു മാലിന്യത്തിന്റെ കഥയുണ്ട്. ഈ ബീച്ചിന്റെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ഫോർട്ട് ബ്രാഗ് മേഖലയിലെ നിവാസികളെ സംബന്ധിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ബീച്ച് മാലിന്യ വസ്തുക്കൾ വലിച്ചെറിയാനുള്ള ഒരു കേന്ദ്രം മാത്രമായിരുന്നു. കുപ്പിച്ചില്ലുകളായിരുന്നു ഈ മാലിന്യത്തിലെ നല്ലൊരു പങ്കു. വളരെ ചുരുങ്ങിയ വർഷത്തിനിടെ തന്നെ ഗ്ലാസ് മാലിന്യം തള്ളുന്നതിൻ്റെ വലിയൊരു കേന്ദ്രമായി ബീച്ച് മാറി. 1967 ആയപ്പോഴേക്കും ഇവിടെ വലിയ 3 മാലിന്യ തള്ളൽ കേന്ദ്രങ്ങൾ വരെ ഉണ്ടായിരുന്നു. ഈ സമയമായപ്പോഴേക്കും പ്രദേശവാസികൾക്കിടയിൽ കടൽ മാലിന്യം, പ്രത്യേകിച്ചും ഗ്ലാസ് പോലുള്ളവ തള്ളുന്നതിനെതിരെ ശക്തമായ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ ആരംഭിച്ചിരുന്നു. ആദ്യമൊന്നും പ്രദേശവാസികൾ സഹകരിച്ചില്ലെങ്കിലും പോകെ പ്രദേശവാസികൾ കടലിലേക്ക് മാലിന്യം തള്ളുന്നത് നിർത്തി. പിന്നീട് വർഷങ്ങളോളം ബീച്ച് വെറുതെ കിടന്നു. ഇതിനിടെ മാലിന്യത്തിലെ ജൈവവസ്തുക്കൾ വിഘടിച്ച് കടലിൽ ലയിച്ചു. ഗ്ലാസുകൾ മാത്രം അവശേഷിച്ചു. അപ്പോഴും ആളുകൾക്ക് ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റുമായിരുന്നില്ല. പിന്നെയും പതിറ്റാണ്ടുകൾ ബീച്ച് അങ്ങനെ തിരയെണ്ണി കഴിഞ്ഞു. ഓരോ തിരയും തീരത്തെ ഗ്ലാസ് കഷ്ണങ്ങളെ തൂത്തും തലോടിയും കടന്നുപോയി. ഓരോ തിരയിലും പെട്ട് ഉരുണ്ടും മറിഞ്ഞും ഗ്ലാസുകൾക്ക് പതുക്കെ രൂപമാറ്റം വന്നു തുടങ്ങി. ഒടുവിൽ അവ ഇന്ന് കാണുന്ന തരത്തിൽ വിവിധ നിറത്തിലുള്ള ഗ്ലാസ് പരലുകളായി മാറി. കാലം മനുഷ്യൻ തള്ളിയ മാലിന്യത്തെ മനോഹരമായ ഒരു കാഴ്ചയാക്കി മനുഷ്യന് തന്നെ തിരിച്ചു നൽകി. ഇന്ന് ഫോട്ടോ എടുക്കാനും വിനോദസഞ്ചാരത്തിനുമായി ആളുകൾ ബീച്ചിലേക്ക് എത്തുന്നു. എന്നാൽ ബീച്ചിൽ നിന്ന് ഓർമ്മയ്ക്കായി ഒരു ഗ്ലാസ് പരലെടുക്കാമെന്ന് കരുതിയാൽ കുടുങ്ങും. കാരണം അവ എടുത്തുകൊണ്ടു പോകുന്നതോ ഏതെങ്കിലും തരത്തിൽ നശിപ്പിക്കുന്നതോ ഇന്ന് കുറ്റകരമാണ്. അതെ, ഗ്ലാസ് ബീച്ച് ഇന്ന് ഒരു സംരക്ഷിത മേഖലയാണ്. കുപ്പിക്കുള്ളിലെ മാണിക്യമെന്ന് വേണമെങ്കിൽ ഇന്ന് ഈ ഗ്ലാസ് ബീച്ചിനെ വിശേഷിപ്പിക്കാമെന്നതാണ്. US-ലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്നാണ് കാലിഫോർണിയ. US-ലെ ഏറ്റവും ജനസംഖ്യയുള്ള സംസ്ഥാനവും ഏറ്റവും വലിയ 3ാമത്തെ സംസ്ഥാനവും ഇതുതന്നെയാണ്. കാലിഫോർണിയയെ വിനോദസഞ്ചാരികളുടെ പറുദീസയാക്കി മാറ്റുന്നതിൽ പഴയ മാലിന്യ കേന്ദ്രം ഇന്ന് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്.